friends, welcome to Lakshmi's Cooking Stories. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. വളരെ പോപ്പുലറായിട്ട് നമുക്ക് തട്ടുകടയിലൊക്കെ സുലഭമായിട്ട് ലഭിക്കുന്ന മുളക് ബജി അല്ലെങ്കിൽ ചില്ലി ബജി. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം മുളക് ബജിക്ക് വേണ്ട ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് 1 കപ്പ് കടലമാവ് അതിവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. പുട്ടിൻ്റെ മാവ് ഉണ്ടാവുമല്ലോ വീട്ടിൽ, അത് തരിയില്ലാതെ അരിച്ചെടുക്കണം. അതൊരു 3 ടേബിൾ സ്പൂൺ. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് കടലമാവിന് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കണക്ക്. ഇനി നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ ആഡ് ചെയ്യാം. ഇത് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച്, ചിലർക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ 1 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതിയാവും. ഞാനിവിടെ 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നു. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച്, 1 പിഞ്ച് അത്ര ആഡ് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാറ്റർ കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. അപ്പം ഞാൻ 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്തത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏത് വെജിറ്റബിൾ ഓയിലാണോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അത് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്, അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ. ഇനി ഈ ബാറ്റർ നമുക്ക് വെള്ളം ചേർത്ത് പ്രിപ്പയർ ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്കെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്യാം. ആദ്യമേ ഒത്തിരി വെള്ളം അങ്ങ് ആഡ് ചെയ്യാൻ പാടില്ല, കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിൽ എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ ബാറ്റർ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും എളുപ്പം. കാരണം നമുക്ക് ഒരുപോലെ അതിൽ ലംസ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ബാറ്റർ സോഫ്റ്റായിട്ട് കിട്ടും. ഏത്തയ്ക്ക അപ്പത്തിന് ഉണ്ടാക്കുന്ന സമയത്തും അതുപോലെ ചെയ്താൽ ആ ബാറ്ററും ഇതുപോലെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. കൺസിസ്റ്റൻസി ശ്രദ്ധിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കറക്റ്റ്. നമുക്ക് മുളകിലത് കുറച്ചിങ്ങനെ പറ്റി ചേർന്നിരിക്കണം മാവ്. അതിൽ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. പാകത്തിന് ഉപ്പുണ്ട്. ഇനി നമുക്കിത് മുളക് ബജി ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയായി. നമുക്ക് ബജി റെഡിയാക്കി എടുക്കാം. നമുക്കിതുപോലൊരു വലിയ കടായി എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ ഏതാണ്ട് 1.5 കപ്പോളം സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകട്ടെ. ഞാനിവിടെ ബജി മുളക് 4 ബജി മുളകാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കട്ട് ചെയ്ത് അതിൻ്റെ അല്ലിയൊക്കെ മാറ്റിയതാണ്. മാറ്റിയതിന് ശേഷം അരമണിക്കൂർ നാരങ്ങ ചേർത്ത വെള്ളത്തിൽ, പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിച്ച വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്ത് വെച്ചെടുത്തതാണ്. നാരങ്ങ വെള്ളത്തിൽ എന്തിനാണ് നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ എരിവ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പം നല്ല എരിവായിരിക്കും, അപ്പോൾ അതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീരിലെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ മുളകായിട്ട് ഇതിൽ ബാറ്ററിൽ മുക്കി ഇതിലേക്ക് ഇടാം.
നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. നമുക്ക് രണ്ടാമത്തെ സെറ്റിലൂടെ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത്തെ സെറ്റും ഏതാണ്ട് ഫ്രൈ ആവാറായി. ഈ സമയത്ത് എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ, ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇങ്ങനെ നമ്മുടെ മുളക് ബജി റെഡിയായി. ഇനി ഇതും കൂടെ നമുക്ക് ആ പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വൈറ്റ് ചട്നിയുടെ കൂടെയോ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ ഇത് വിളമ്പാം. നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി മുളക് ബജിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും റെസിപ്പി ട്രൈ ചെയ്യുക. ഞാൻ പ്രിപ്പയർ ചെയ്ത മുളക് ബജിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വളരെ ഈസിയാണ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.